നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോൺ വെജാണ്. ചിക്കൻ്റെ പാർട്സാണ് ഉപയോഗിക്കുന്നത്. പച്ച കുരുമുളക് ഉപയോഗിച്ചാണ് നമ്മൾ പാർട്സ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 5-6 പച്ചമുളകും 50 ഗ്രാമിൽ താഴെയുള്ള കുരുമുളകുമാണ് നമ്മൾ ഇതിലേക്കായി ഉപയോഗിക്കുന്നത്. പച്ച കുരുമുളക് എൻ്റെ വീട്ടിലില്ല. ഞാനിത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് കൊണ്ടുവന്നത്. അരക്കാൻ ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ്സിൽ താഴെ വെള്ളമേ ഉപയോഗിക്കുന്നുള്ളൂ. മുളകുകൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചു വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ പാർട്സ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ആദ്യമായി പാകത്തിന് ഉപ്പ് ചേർക്കുന്നു. 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. മിക്സ് ചെയ്ത് വെച്ച ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കുന്നു. ഇതിൽ ചേർത്ത മസാല പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് മാറ്റി വയ്ക്കുകയാണ്. ഉരുളിയിലാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി അല്പം വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിക്കുകയാണ്. തൊലി കളഞ്ഞ് വൃത്തിയാക്കിയ 300 ഗ്രാം ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇതിലേക്കിട്ട് വഴറ്റാൻ പോകുന്നത്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും പൊടിക്ക് ഉപ്പും ചേർത്ത് വഴറ്റുന്നു. ചെറിയ ഉള്ളി കൂടാതെ 1 സവാളയും 2 പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായി വാടി വന്നു. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ മിച്ചം വന്ന എണ്ണയിലേക്ക് നമ്മൾ പാർട്സ് ചേർക്കുകയാണ്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് നന്നായി വേവിച്ചെടുക്കാം. പാർട്സ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് 2 തക്കാളി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ ഇരട്ടിയുണ്ട് ഇപ്പോൾ കാണാൻ. നിങ്ങൾ കാണുന്നില്ലേ?
ഇനി ഇതിലേക്ക് 2 സ്പൂൺ കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ അരച്ച് വെച്ച കുരുമുളക് മസാല ഇതിലിട്ട് നന്നായി യോജിപ്പിക്കുന്നു. ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്തപ്പോൾ ഇതൊരു കറുപ്പ് നിറം കാണാം. കുറച്ചുകൂടി ടൈറ്റായി വരുമ്പോഴേക്കും ഇതിൻ്റെ പച്ച നിറം ഇറങ്ങും. അതായി നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് മുറിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വെന്ത് വരുമ്പോൾ തക്കാളിയുടെ തൊലി വേറെ തന്നെ ഇതിൽ കാണാനുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇതിലിട്ടത്. അടുത്തതായി വഴറ്റി വെച്ച ചെറിയ ഉള്ളി ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ച് ചേർക്കുന്നു. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 സ്പൂൺ ചിക്കൻ മസാലയും 1.5 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നു. മസാലക്കൂട്ട് പാർട്സിലേക്ക് നന്നായി പിടിച്ചു വരാനായി തവി വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 5-8 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അല്പം മല്ലിയിലയും. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ഇതിനോടൊപ്പം കറിവേപ്പില ചേർത്തോ ഇത് ഉപയോഗിക്കാം. ഇതെല്ലാം ചേർത്ത് അല്പനേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് ഉണ്ടാക്കിയ ചിക്കൻ പാർട്സ് റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.